വേണ്ടിട്ട് ഇതിന്റെയൊക്കെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വല്യത്തേന്റെ അടുത്തോണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണ്. പിന്നെയോ? പിന്നെ അത് ശരിയായിക്കോളും, കുഴപ്പമില്ലെന്നാ ജോത്സ്യൻ പറഞ്ഞേ. ഇനിയിപ്പോ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വല്യത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശ് ഇപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്ന് വെച്ചാ തന്റെ ബാഗിലോ ഒരു കടുങ്കഥ പറഞ്ഞാടോ. വയലൊക്കെ തിരിച്ചു വാങ്ങും, എന്നിട്ട് വിത്ത് വിതയ്ക്കും, കൊയ്യും. കൊയ്ത്ത് നടക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെയും തോളിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്, അവിടെ ഞാനും എന്റെ അച്ഛനും. മാത്രായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലൊരു പെണ്ണ്. ഐശ്വര്യറായത്തിനെ കെട്ടിക്കൂടെ? അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ടെന്താ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷായിട്ട് அவங்க ட்ரீம் இல்ல அது.